ഇന്ന് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ പാവയ്ക്കാത്തീയൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനായി ഞാനിവിടെ ഒരു വലിയ പാവയ്ക്കയും ഒരു ചെറിയ പാവയ്ക്കയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് മേടിച്ച പാവയ്ക്ക ആയതുകൊണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിലിട്ട് 3 മണിക്കൂർ വെച്ചതിന് ശേഷം നന്നായി കഴുകിയെടുത്താണ് കേട്ടോ. അല്ലെങ്കിൽ വിനാഗിരിയിലിട്ട് കഴുകണം. ആദ്യമേ ഈ സൈസിൽ വട്ടത്തിലൊന്ന് അരിഞ്ഞു വയ്ക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് പാവയ്ക്കയുടെ അകത്തുള്ള കുരുവും മറ്റും മാറ്റി ഇങ്ങനെ ഈ സൈസിലൊന്ന് അരിയാം. വലിയ കനത്തിലുമല്ല തീരെ കനം കുറഞ്ഞുമല്ല, ഇടത്തരം സൈസിൽ അരിഞ്ഞു വെക്കുക. ഈ ഒരു സൈസിൽ വേണം അരിഞ്ഞു വെക്കാൻ. എന്നിട്ട് അതിലേക്ക് ഉപ്പ് തിരുമണം. അരിഞ്ഞു കഴിയുമ്പോഴേ ഉപ്പ് തിരുമണം, അല്ലെങ്കിൽ കഴിക്കും. പണ്ടുള്ളവർ ഉപ്പുവെള്ളത്തിലേക്കാണ് പാവയ്ക്ക അരിഞ്ഞിട്ടിരുന്നത്. അത് പിഴിഞ്ഞെടുക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ എല്ലാവരും ഉപ്പുപൊടിയല്ലേ ഉപയോഗിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. പിന്നെ 4 പച്ചമുളക് കീറിയതും 2 തണ്ട് കറിവേപ്പിലയും 1 സവോള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം. സിമ്മിലാണ് കേട്ടോ ഞാനിത് വേവിക്കുന്നത്. ഇനി ഇത് മൂടി വെക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്. ഇതിൻ്റെ അകത്തെ പാവയ്ക്കായും ഉപ്പും സവോളയും എല്ലാം കൂടി ചേർന്ന് അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളത്തിൽ നിന്ന് വേണം പറ്റിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് മൂട് തുറന്ന് ഇളക്കിയിടണം. നന്നായി ആവി കയറണം. ഈ സമയം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഈ തേങ്ങ വറുത്ത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ്. തേങ്ങ വറുത്ത് എങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കാം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. ഇത് ഏകദേശം ഒരു ചെറിയ തേങ്ങ മുഴുവൻ വറുത്തതാണ്. തേങ്ങ വറുത്ത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു ചെറിയ തേങ്ങ എടുത്ത് ഈ ഒരു നിറം കിട്ടുന്നത് വരെ വറുത്തെടുക്കുക. ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കണേ. പൊടികൾ ചേർക്കുമ്പോൾ സിമ്മിലിട്ടാണ് ഞാൻ പൊടികൾ ചേർക്കുന്നത്. നമ്മൾ ഫ്രഷ് ആയിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാവുള്ളൂ. പാവയ്ക്കായിൽ ആവി നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിൽ പിടിക്കുകയോ വല്ലതും ചെയ്യുകയാണെന്ന് തോന്നുവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. സിമ്മിലിട്ടുകൊണ്ട് തേങ്ങ വറുത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ ഈ സമയത്ത് 1/4 ടീസ്പൂൺ സാധാരണ മുളക് പൊടി കൂടെ ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇനി തീ ഓഫ് ആക്കിയതിന് ശേഷം എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. പാവയ്ക്ക നല്ലവണ്ണം ആവി കയറി വെന്തിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെക്കുക. ആവി തട്ടി നല്ലവണ്ണം വെന്തുകൊള്ളും. മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് തേങ്ങ പൊടി ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് നന്നായി അരച്ചെടുക്കുക. ഇങ്ങനെ അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്. തീയലിൻ്റെ യഥാർത്ഥ കളർ കിട്ടണമെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. വെള്ളം ചേർത്താണ് നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്നതെങ്കിൽ ഒരു മല്ലിപ്പൊടിയുടെയൊക്കെ ഒരു കളറായിരിക്കും നമ്മുടെ കറിക്ക്. 2 പാവയ്ക്ക ഉള്ളതുകൊണ്ട് ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി അല്ലെങ്കിൽ കോലംപുളി എടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അരമുറി തേങ്ങ ചെറുതായി കൊത്തത് ഇടുക.
തേങ്ങാക്കൊത്തിന് ഈ ഒരു നിറമാകുമ്പോൾ മുമ്പേ നമ്മൾ വേവിച്ച് വെച്ച പാവയ്ക്ക ഇടുക. ഇതിന് പകരം പാവയ്ക്ക വേവിക്കുമ്പോൾ തേങ്ങായും കൂടെ ഇട്ട് വെച്ചാലും മതി കേട്ടോ. ഇതുവരെ ഒട്ടും വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എല്ലാം സിമ്മിലിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു പരുവമാകുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് എല്ലാം പെട്ടെന്ന് കോരിയെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് കോരുമ്പോൾ എണ്ണ അധികം കുടിക്കില്ല. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സിയിൽ അരച്ചു വെച്ചിരുന്ന തേങ്ങ ചേർക്കാം. വെള്ളം ചേർക്കാതെ 4-5 പ്രാവശ്യം ഞാൻ ഇളക്കി അരച്ചപ്പോഴാണ് ഇങ്ങനെ വെണ്ണ പോലെ കിട്ടിയത് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പുളി നന്നായി പിഴിഞ്ഞെടുത്ത് അരിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമുക്ക് ഇഞ്ചിയും ഉള്ളിയും വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ചെറുതായി നിറം മാറി വരുമ്പോൾ 10 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുക. ഒരു തണ്ട് കറിവേപ്പില ചേർക്കുക. തീ ഓഫ് ചെയ്യുക. എല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർക്കുക. മിക്സിയുടെ ജാർ കഴിയെ കുറച്ച് വെള്ളം കൂടി ഈ സമയം ഞാൻ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് തിളച്ച വെള്ളം ചേർക്കുക. ഈ സമയം ഉപ്പും പുളിയും പാകത്തിനുണ്ടോ എന്ന് നോക്കുക. എനിക്ക് പാകത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ചേർക്കുന്നില്ല. സിമ്മിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞു വരുന്നത് കണ്ടോ? ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക. ഇതിലേക്ക് 2 കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുക. 1 തണ്ട് കറിവേപ്പില ചേർക്കുക. 2 വറ്റൽമുളക് ചേർക്കുക. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇനി ഇത് തീയിലേക്ക് ചേർക്കാം. സ്വാദിഷ്ടമായ പാവയ്ക്ക തീയൽ റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. തീയൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തേങ്ങ നല്ല വിളഞ്ഞ തേങ്ങയായിരിക്കണം, പഴുപ്പൻ തേങ്ങയായിരിക്കണം കേട്ടോ. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. താങ്ക് യു.